ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ മാസ്റ്ററി. നമ്മുടെ ഇന്നത്തെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കാം. The sum of the first 8 terms of an AP is 100 and the sum of its first 19 terms is 551. Find the AP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഏതാണെന്ന് ആദ്യം തന്നെ നമ്മൾ നോക്കുക. Sum of the first 8 terms of an AP. അപ്പം 8 terms of an AP എന്ന് പറഞ്ഞാൽ S8 അല്ലേ? S8 എന്ന് പറയുന്നത് എത്ര തന്നിരിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യനിലെ 100 തന്നിട്ടുണ്ട് അല്ലേ? And the sum of the first 19 terms is 51. അപ്പൊ S19 എന്ന് പറയുന്നത് സം ഓഫ് 19 ടേംസ് എന്ന് പറയുന്നത് എത്രയാണ്? 551 എന്നും നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? എങ്കിൽ നമുക്ക് ഇതിനകത്ത് എ എന്താണെന്നോ ഡി എന്താണെന്നോ ഒന്നും നമുക്ക് അറിയില്ല. എ പി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? നമുക്ക് എസ് എൻ സം ഓഫ് എൻ ടേംസ് എങ്ങനെയാണ് നമുക്ക് കാണുന്നത്? എസ് എൻ ഈസ് ഈക്വൽ ടു ഫോർമുല എന്താണ്? എൻ ബൈ 2 ഇൻറ്റു 2a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. നമുക്കറിയാം ഇതാണ് സം ഓഫ് എൻ ടേംസ് കാണുന്നതിനുള്ള ഫോർമുല എന്നറിയാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? S8 എന്ന് പറയുന്നത് 100 ആണ് അല്ലെ? 8 ടേംസ് ഓഫ് an AP എന്ന് പറയുന്നത് സം തന്നിരിക്കുന്നത് നമുക്ക് 100 ആണ് അല്ലെ? അപ്പം S8 ഈസ് ഈക്വൽ ടു n ബൈ 2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി അല്ലെ? ഈ S8 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 ടേംസ് ഓഫ് an AP എന്ന് പറഞ്ഞാൽ 100 തന്നിട്ടുണ്ട് അല്ലെ? 100 ഈസ് ഈക്വൽ ടു n ബൈ 2. എത്ര ടേംസാ പറഞ്ഞിരിക്കുന്നത്? 8 ടേംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം n എന്ന് പറയുന്നത് എന്താണ്? 8 ആണ് അല്ലെ? അപ്പം 8 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി അല്ലെ? അപ്പൊ ഇത് എന്താന്ന് മനസ്സിലായല്ലേ? 8 ടേംസ് ആയതുകൊണ്ടാണ് n എന്ന് പറയുന്നത് 8 വന്നത് അല്ലെ? 8 ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് നോക്കാം, ഇത് ഇവിടെ വെച്ച് തന്നെ ക്യാൻസൽ ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. അപ്പൊ 100 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. n ടേംസ് ഏതാണ്? 8 ടേംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം n മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 8a മൈനസ് 1 ഈസ് ഈക്വൽ ടു 7 അല്ലെ? 7d. ഓക്കെ, അപ്പൊ 2a പ്ലസ് 7d. 7 ഒക്കെ കിട്ടിയത് മനസ്സിലായല്ലോ അല്ലെ? 8 ടേംസ് ആയതുകൊണ്ടാണ് n മൈനസ് 1 എന്ന് പറയുമ്പോൾ 8 മൈനസ് 1 എന്ന് പറയുന്ന 7d ആവുന്നത്. ഓക്കെ, അപ്പൊ 100 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 2a പ്ലസ് 7d. ഇനി നമുക്ക് 2a പ്ലസ് 7d ഇവിടെ നിർത്തിക്കൊണ്ട് 100 ഡിവൈഡ് ബൈ 4 എത്ര കിട്ടും നമുക്ക്? 25 അല്ലേ? നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? 2a പ്ലസ് 7d ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 25 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇത്രയും ക്ലിയർ ആയാലും എസ് എൻ ഈസ് ഈക്വൽ ടു n ബൈ 2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ് നമ്മുടെ സം കാണുന്നതിനുള്ള ഫോർമുല എന്ന് പറയുന്നത്. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എസിന്റെ 8 ടേംസ് ആണ്. 8 ടേംസ് ഓഫ് an AP കാണുന്ന n ബൈ 2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അത് S8 എന്ന് പറയുന്നത് നമുക്ക് 100 ആയതുകൊണ്ട് 100 അവിടെ അങ്ങനെ കൊടുക്കുക. n ബൈ 2 എന്ന് പറഞ്ഞാൽ 4 ബൈ 2 2a പ്ലസ് ഇവിടെ വേണം നമുക്ക് 2a പ്ലസ് 8 ടേംസ് ആയതുകൊണ്ട് 8 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് എഴുതാം. 8 മൈനസ് 1 ഇൻറ്റു ഡി. അപ്പൊ എങ്ങനെ? 100 ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 2a പ്ലസ് 8 മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? 7d. ദെൻ 2a പ്ലസ് 7d നമുക്ക് നിർത്തിക്കൊണ്ട് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഈസ് ഈക്വൽ ടു ഈ 100 ഇവിടെ വരും. 100 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നത് 25 ആണ്. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി നെക്സ്റ്റ് പാർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് 19 ടേംസ് ഈസ് 551 എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ S19 551 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? S19 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? n ബൈ 2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി അല്ലേ? അപ്പൊ S19ന്റെ വാല്യൂ നമുക്ക് അറിയാം എന്താണ്? 551 ആണ്. n എന്ന് പറയുന്നത് എത്ര ടേംസിന്റെ ആണ്? അപ്പൊ 19 ടേംസിന്റെ ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 19 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം നമുക്ക്. ഇനി 2a പ്ലസ് n മൈനസ് 1 ഏത് ടേം? 90 മൈനസ് 1 ഇൻറ്റു ഡി. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി 19 ബൈ 2 ഇൻറ്റു 2a പ്ലസ് 19 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്ര? 18 അല്ലെ? 18d. ദെൻ 19 ബൈ 2 ഇൻറ്റു 2 ഇവിടെ രണ്ടിടവും നമുക്ക് 2 വെളിയിലേക്ക് എടുക്കാം. കോമൺ ആയിട്ട് ഇവിടെ 2 ആയതുകൊണ്ട് 2 നമുക്ക് വെളിയിലേക്ക് എടുക്കാം. എന്തുകൊണ്ടാണ്? അപ്പൊ ഇവിടെ അകത്ത് വരുന്നത് എന്താണ്? a പ്ലസ് 9d എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഇതൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്താണേ.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 2 വെട്ടിക്കളയാം, ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ബാക്കി പോയിട്ട് എത്ര വരും നമുക്ക്? 19 ഇൻറ്റു എ പ്ലസ് 90 അതേ ഈസ് ഈക്വൽ ടു 551 അല്ലേ? 551 ഇപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? നമുക്ക് എ പ്ലസ് 90 ഈസ് ഈക്വൽ ടു 551 ഡിവൈഡ് ബൈ 90 എഴുതാം അല്ലേ? നമുക്കറിയാം 29നെ 90 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 551 കിട്ടും. അപ്പൊ നമുക്ക് അപ്പൊ 9981 അത് വെച്ച് നോക്കിയാൽ മതി നമുക്ക് 29. അപ്പം എ പ്ലസ് 90 ഈസ് ഈക്വൽ ടു 21. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഒന്നും കൂടെ എടുത്തെഴുതാം. എ പ്ലസ് 90 ഈസ് ഈക്വൽ ടു 29 ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 1ൽ നിന്നും 2ൽ നിന്നും നമുക്ക് ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് എന്താണ് ഇക്വേഷൻ നമ്പർ 1 എന്താണ്? ഫ്രം ഇക്വേഷൻ നമ്പർ 1 ആൻഡ് 2 അല്ലേ? ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് 2 ഒന്നുകൂടെ നമുക്ക് എടുത്തെഴുതാം. 2a പ്ലസ് 7d ഈസ് ഈക്വൽ ടു എത്രയാണ്? 25. ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇനി നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ പറയുന്നത് a പ്ലസ് 9d ഈസ് ഈക്വൽ ടു എത്രയാണ്? 29 എന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 ആണ് അല്ലെ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ, അതായത് സെയിം ആക്കിയാൽ മാത്രമേ നമുക്ക് ഒന്നില്ലെങ്കിൽ എയുടെ ആക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡിയുടെ ആക്കാം. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2a ആണ്, ഇവിടെ a ആണ് അല്ലെ? ഇവിടെ 7d ആണ്, ഇവിടെ 9d ആണ്. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് സെയിം ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇവിടെ 2 വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഇക്വേഷനെ ഇവിടെ 2 വരണം നമുക്ക്. അപ്പൊ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഇക്വേഷനെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാ വരുന്നത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ? ഫസ്റ്റ് ഇക്വേഷൻ അതുപോലെ തന്നെ എഴുതുക. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് a പ്ലസ് 2a പ്ലസ് 7d ഈസ് ഈക്വൽ ടു 25. രണ്ടാമത്തെ ഇക്വേഷനെയാണ് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ? രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ്. അപ്പൊ 2a 9 ഇൻറ്റു 2 എന്ന് പറയുന്നത് 18d ഈസ് ഈക്വൽ ടു 29 ഇൻറ്റു 2. 29 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 58 അല്ലെ? 58 എന്ന് കിട്ടും. ഇത്രയും ക്ലിയർ ആണല്ലോ. നമുക്ക് എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അതും നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ, അതായത് ഇക്വേഷൻ 3 എന്നോ ഇക്വേഷൻ 4 എന്നോ ഒക്കെ കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്ക്. അപ്പൊ നോക്കിക്കേ, ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ക്യാൻസൽ ചെയ്യണോ? എന്താണ്? രണ്ടാമത്തെ ഇക്വേഷന്റെ സിമ്പൽ സൈൻ മാറ്റി കൊടുക്കണം. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? മൈനസ് ആകും. ഇവിടെ മൈനസ് ആകും. ഇവിടെ എന്ത് ചെയ്യും? മൈനസ് ആകും അല്ലെ? എന്തുകൊണ്ടാണ്? ഇതിൽ നിന്ന് വേണം ഒരു വാല്യൂ നമുക്ക് മൈനസ് ചെയ്ത് കളയണം. അതായത് അപ്പൊ 2a പ്ലസ് 2a 2a പോയാൽ ക്യാൻസൽ ചെയ്ത് പോകും. ഇപ്പം 7 മൈനസ് 18 7 മൈനസ് 18d എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? അതായത് 18ൽ നിന്നും 7 കുറയ്ക്കുക, എത്ര കിട്ടും നമുക്ക്? 11 അല്ലെ? മൈനസ് 11d ഈസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? 58ൽ നിന്ന് 25 പോയാൽ എത്ര കിട്ടും? 33 അല്ലെ? 33 കിട്ടും. സൈൻ എന്താണ് വരുന്നത്? മൈനസ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് മൈനസ് 11d ഈസ് ഈക്വൽ ടു മൈനസ് 33 എന്ന് കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഡിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് 33 ഡിവൈഡഡ് ബൈ മൈനസ് 11 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 3. ഇതും ക്യാൻസൽ. അപ്പൊ ഡിയുടെ വാല്യൂ എത്ര കിട്ടി നമുക്ക്? 3 എന്ന് കിട്ടി. ഇത്ര ഓക്കെ ആണല്ലോ അല്ലെ? നമുക്ക് ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ മനസ്സിലായാലും നമുക്ക് ഇക്വേഷൻ 1 ആൻഡ് 2 അതിൽ ഒരു വാല്യൂ നമ്മൾ സെയിം ആക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് പിന്നെ വാല്യൂ ഇത് ക്യാൻസൽ ചെയ്ത് കളയണം അല്ലെ? അങ്ങനെ കളയണമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പിന്നെ സെയിം ആക്കി എടുക്കണം. അതിന് നമ്മൾ ഇക്വേഷൻ 2 ആണ് നമ്മൾ കറക്റ്റ് ആക്കി എടുത്തിരിക്കുന്നത്. അപ്പൊ ഇക്വേഷൻ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2 ഇൻറ്റു എ 2a 9 ഇൻറ്റു 2 18d പ്ലസ് 29 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 58 കിട്ടിയല്ലോ. അതിൽ നിന്ന് നമുക്ക് ഡി കണ്ടുപിടിക്കാം. ഡിയുടെ ആൻസർ 3 എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഡി കിട്ടിക്കഴിഞ്ഞു, ഒരു AP എന്താ പറഞ്ഞിരിക്കുന്നത്? AP രൂപീകരിക്കണമെന്നാണ് പറഞ്ഞത്. AP ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. AP കാണണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം? A എന്താണെന്ന് അറിയണം, നമുക്ക് D എന്താണെന്ന് അറിയണം. ഇതിൽ നമുക്ക് D ഈസ് ഈക്വൽ ടു എത്ര കിട്ടിയിട്ടുണ്ട്? 3 കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇക്വേഷൻ നമ്പർ ഫസ്റ്റ് ഇക്വേഷൻ നോക്കിയേ. ഇക്വേഷൻ നമ്പർ ഫസ്റ്റ് പറയുന്നത് 2a പ്ലസ് ഇൻ ഡിയുടെ വാല്യൂ ഇനി ഇക്വേഷൻ നമ്പർ 1ൽ കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1ൽ കൊടുക്കുമ്പോൾ ഇക്വേഷൻ നമ്പർ 1 എത്രയാണ്? 2a പ്ലസ് 7d 2a പ്ലസ് 7d ഈസ് ഈക്വൽ ടു എത്രയെന്ന് തന്നിട്ടുണ്ട്?
25 അല്ലെ, 25 തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇതിൽ നമുക്ക് 2a പ്ലസ് 7 ഇൻറ്റു 70 ആണ്. 7 ഇൻറ്റു ഡിയുടെ വാല്യൂ നമുക്ക് അറിയാം. ഡി എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 3 ആണ് അല്ലെ. 3 ഈസ് ഈക്വൽ ടു എത്രയാണ്? 25 എന്ന് കിട്ടും. ദെൻ 2a പ്ലസ് 7 ഇൻറ്റു 3, 7 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 21. 21 ഈസ് ഈക്വൽ ടു 25 അല്ലെ. therefore 2a ഈസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? 25 മൈനസ് ഈ പ്ലസ് 21 ഇപ്പുറത്ത് വരുമ്പോൾ എന്താണ് വരുന്നത്? -21 അല്ലെ. അപ്പൊ എത്ര കിട്ടും? 25 മൈനസ് 21 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 അല്ലെ. അപ്പൊ 2a എന്ന് പറയുന്നത് 4 ആണെങ്കിൽ therefore a എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4/2. 4/2 എന്ന് പറയുന്നത് എത്രയാണ്? 2. അപ്പൊ നമുക്ക് എയുടെ വാല്യൂവും കിട്ടി. a ഈസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 2. എയുടെ വാല്യൂ 2 ആണെങ്കിൽ ഡിയുടെ വാല്യൂ 3 ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്താണ് AP കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം എ എന്ന് പറയുന്നത് 2, ഡി എന്ന് പറയുന്നത് 3 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് 3 ആണ്. ഫസ്റ്റ് ടൈം എയും കിട്ടിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? എ 2, പിന്നെ കോമൺ ഡിഫറൻസ് ആണ് 3 ആണ് അല്ലെ. 3 ആകുമ്പോൾ നമുക്ക് എത്ര വരും? 3യുടെ ഡിഫറൻസ് ഉണ്ടാകും. 2 കഴിഞ്ഞാൽ പിന്നെ എത്രയാണ്? 5 കഴിഞ്ഞാൽ എത്രയാണ്? 8 കഴിഞ്ഞാലോ? 8 കഴിഞ്ഞാൽ എത്രയാ? 11 എക്സെട്ര അല്ലെ. ഇങ്ങനെ പോകുന്നു. അപ്പൊ ഇത് തമ്മിലുള്ള കോമൺ ഡിഫറൻസ് 2ഉം 5ഉം ആയിട്ടുണ്ടെങ്കിൽ എന്താണ്? 3 അല്ലെ. അപ്പൊ സെക്കൻഡ് ടൈം, അതായത് സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം, 5ന്ന് 2 പോയാൽ എത്രയാണ്? 3 വരും. അതുപോലെ തന്നെയാണ് 8ന്ന് 5 പോയാലും 3 വരും. കണ്ടോ? അപ്പൊ നമുക്ക് കിട്ടുന്ന AP ഏതാണ്? 2, 5, 8, 11 അല്ലെ. അപ്പം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.